ഞാൻ ചിലയിടത്തൊക്കെ കണ്ടത് ഇപ്പോൾ മണ്ണും വേണ്ട, ഈ കിഴങ്ങുകൾക്കൊക്കെ കരിയില മാത്രം മതി എന്നുള്ള വിധത്തിൽ ചില വിധത്തിലേക്ക് നോക്കി തുടങ്ങണേ ഉള്ളൂ. നോക്കി തുടങ്ങണം. കാര്യം വെച്ചാൽ ഞാൻ മണ്ണ് ഇനി കൂടുതൽ ഇതിനകത്ത് ഇനി കയറ്റുന്നില്ല. മണ്ണിന്റെ അളവ് കുറച്ചാൽ ടെറസിലുള്ള വെയിറ്റ് നമുക്ക് മാക്സിമം കുറയ്ക്കാൻ പറ്റും. പലരുടെയും വീഡിയോ ഞാൻ കാണുന്നുണ്ട്. അത് ഈ കരിയില തന്നെ നല്ലൊരു മീഡിയമാണ് വളർത്താനായിട്ട്. അപ്പോൾ കരിയില കരിയില കൂടുതൽ അളവ് കരിയില കൊടുത്തിട്ട് കുറച്ച് മണ്ണിട്ടാൽ മതി. അപ്പോൾ നമുക്ക് വെയിറ്റ് മാക്സിമം കുറയ്ക്കാൻ പറ്റും. വേര് വളരുക എന്നുള്ളതാണല്ലോ. അതെ അതെ. മാത്രമല്ല അതിനകത്ത് വെള്ളവും കുറേ നേരം കൂടുതൽ നേരം നിൽക്കും. ഈ കരിയില പൊടിയാകുമ്പോഴത്തേക്ക് അതിനകത്ത് വെള്ളം നിൽക്കും, വേര് ഓടാൻ എളുപ്പമാണ്. പ്രത്യേകിച്ച് ഈ പറഞ്ഞ മാതിരി ചേന പോലുള്ള സംഭവങ്ങൾക്ക് അത് എഫക്റ്റീവ് ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ ചെയ്യണം. അതിലേക്ക് വരണം. കാര്യം മണ്ണ് ഇനി തോന്നുന്നു കയറ്റാൻ പറ്റത്തില്ല. മണ്ണ് ഞാൻ പുറത്തുനിന്ന് എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ മണ്ണില്ല. അത് 4 സെന്റിനകത്തുള്ള കൃഷിയായതുകൊണ്ട് മണ്ണില്ല അതിനകത്ത്. മണ്ണ് പുറത്തുനിന്ന് 4 സെന്റ് ഉള്ളൂന്നുണ്ടെങ്കിലും ഇതിനകം ഒരു 100 കണക്കിന് വെറൈറ്റി ഇവിടെ പരീക്ഷിച്ചു കഴിഞ്ഞു. പ്രത്യേകിച്ച് ഇതിനകത്ത് ചുറ്റുമുള്ള സ്ഥലങ്ങളിൽ പോലും മാവ്, ജാമ്പ, വലിയ ജാമ്പ, മറ്റേ പനീർ ജാമ്പ എന്ന് പറയുമല്ലോ, അതുണ്ട്. പിന്നെ നാരകം, മുള്ളാത്ത, അങ്ങനെയുള്ള ഒരുപാട് വെറൈറ്റീസ് താഴെയുണ്ട്. ഡ്രാഗൺ ഫ്രൂട്ട് വിളവെടുപ്പ് കഴിഞ്ഞു, പക്ഷെ ഇപ്പോഴും സാധനം ബാക്കിയുണ്ട്. ഉണ്ട്. ഡ്രാഗൺ ഫ്രൂട്ട് നമ്മൾ ഈ പറഞ്ഞ മാതിരി ഒരു ഒക്ടോബർ വരെ അതിനകത്ത് നിന്ന് വിളവ് കിട്ടും. ഇപ്പോഴത്തെ ഫാഷനായി മാറിയല്ലേ? തീർച്ചയായിട്ടും. ഡ്രാഗൺ ഫ്രൂട്ട് നമുക്ക് രണ്ട് വെറൈറ്റിയാണ് ഇവിടെ ഉള്ളത്. മഞ്ഞ നിറത്തിലുള്ളൊരു ഡ്രാഗണുണ്ട്, വയലറ്റ് നിറത്തിലുള്ള ഡ്രാഗണുണ്ട്. അപ്പോൾ അത് കുറേ കാകൽ കിട്ടി. എനിക്ക് ആകെ 4 ചുവട് ഡ്രാഗൺ മാത്രമേ വെച്ചിട്ടുള്ളൂ അതിനകത്ത്. പ്രത്യേകിച്ച് വേറെ അസുഖങ്ങളൊന്നും ഇതിനകത്ത് അങ്ങനെ വന്ന് കണ്ടിട്ടില്ല ഇതുവരെയും. ഞാൻ ആദ്യമായിട്ടാണ് എനിക്ക് ഡ്രാഗൺ ഫ്രൂട്ട് കാഴ്ച കിട്ടുന്നത്. അപ്പോൾ ഇത് പൂത്ത് കഴിഞ്ഞ് ഇത് കായായി നിൽക്കുകയാണ്. കുറച്ചുകൂടെ വലുതായി ഇത് നമ്മൾ പൂത്ത് കഴിഞ്ഞാൽ കറക്റ്റ് 30 ദിവസം, പൂവിട്ട് കഴിഞ്ഞാൽ 30 ദിവസമാണ് ഇതിൻ്റെ ഇത് എടുക്കാനുള്ള സമയം. കായ ഇഷ്ടം പോലെ. ഇതിപ്പം മഞ്ഞ ഇപ്പോൾ കാഴ്ച വരുന്നത് മഞ്ഞ നിറത്തിലുള്ളതാണ്. അത് ഇനി വിളഞ്ഞ് വരണം. അഭിപ്രായം നാട്ടുകാരൊക്കെ രണ്ടും പറയുന്നുണ്ട്, രണ്ടിനും ആരാധകരുണ്ട്. പുറമേ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാൾ എന്തെങ്കിലും ടേസ്റ്റ് കൂടുതലുണ്ടാവും. മധുരം നല്ലോണം ഉണ്ട് ഇതിന്. നമ്മൾ കഴിച്ചാലും സുഹൃത്തുക്കളെ കൊടുത്താലും അവർ പറഞ്ഞത് തന്നെയാണ്. പുറമേ നിന്ന് വാങ്ങി കഴിക്കുന്നതിനുള്ള വ്യത്യാസം വ്യക്തമായിട്ട് കാണാൻ പറ്റും. അത് നമ്മുടെ കറിവേപ്പിലയാണ്. കറിവേപ്പില അറിയാമല്ലോ, നമുക്ക് ഏറ്റവും കൂടുതൽ വിഷം അടിച്ച് വരുന്ന സാധനം കറിവേപ്പിലയാണ്. അതുകൊണ്ട് തന്നെ കറിവേപ്പില പുറമേ നിന്ന് വാങ്ങിക്കില്ല എന്നുള്ളൊരു വാശിയായിരുന്നു. അങ്ങനെ ഒരു സുഹൃത്ത് തന്നതാണ് കറിവേപ്പില 2 തൈകൾ. അതിനെ മുളപ്പിച്ച് ഡ്രമ്മിലത്താക്കി ഇനി അതിനെ ഒടിച്ചു വിട്ടാനായിട്ടുള്ളൂ. ഇത് വന്നിട്ട് നമ്മൾ ഈ നമ്മുടെ ബിരിയാണിയിലേക്ക് ഇടുന്നൊരു ഇലയുണ്ടല്ലോ, രമ്പയില എന്ന് പറഞ്ഞത്, ഇതാണ്. ഇത്രയും ആവശ്യമില്ല, ഞാൻ പൊടിച്ചു ആൾക്കാർ കൊടുക്കുകയാണ് ചെയ്യുക. കാര്യം ഇത് ഡ്രാഗൺ ഫ്രൂട്ടിനെ ഇപ്പോൾ ഹൈജാക്ക് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു തൈ വെച്ചതാണ്. ബാക്കി ഞാനിത് കുറച്ച് ഓരോ അവിടെ ആരെങ്കിലും വരുമ്പോഴത്തേക്കും ഇത് ഒടിച്ചു കൊടുക്കും. അപ്പോൾ അങ്ങനെയാണ് അത് ഒഴിവാക്കുക. അത് പറഞ്ഞാൽ ഇത് തായ്ലൻഡ് കുള്ളൻ എന്നറിയപ്പെടുന്നൊരു വാഴയാണ്. ഇതുവരെ കാശില്ല. ഞാൻ അതും കുഴിപ്പള്ളത്ത് നഴ്സറിയിൽ നിന്ന് വാങ്ങിയതാണ്. അത് നല്ല ഗൂഗിൾ ഇമേജിൽ ഞാൻ നോക്കിയപ്പോൾ നല്ല ഒരു കൊല വരുന്നുണ്ട്. ചെറിയ കൊലയാണ്, പക്ഷേ അത് ഇതുവരെ കാശില്ല. കായ്ക്കാറായി വരുന്നതേ ഉള്ളൂ. എന്തായാലും അത് നല്ല രീതിക്ക് നിൽക്കുന്നുണ്ട്.